കഥ മടങ്ങി വരാത്ത ആ തീവണ്ടി. രചന മഹബൂബ് MC. 15 വർഷങ്ങൾക്ക് മുൻപ് ആ വലിയ നഗരത്തിലെ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പ്രകാശിൻ്റെ ലോകം ഇരുണ്ടുപോയത്. ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ തൻ്റെ മകൾ മീനുവിനെ അവളുടെ സ്വപ്നമായ വലിയൊരു കമ്പനിയിലെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയതായിരുന്നു ആ പാവം അച്ഛൻ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. "അച്ഛാ, അവിടെ വലിയ ആൾക്കൂട്ടമാണ്, കൈവിടല്ലേ" എന്ന് അവൾ പറഞ്ഞ അവസാന വാക്ക് ഇപ്പോഴും പ്രകാശിൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ തിരമാല പോലെ വന്ന ജനക്കൂട്ടം ആ അച്ഛൻ്റെ കയ്യിൽ നിന്നും ആ വിരലുകളെ അടർത്തിയെടുത്തു. മുട്ടാത്ത വാതിലുകളില്ല, ഇന്നും ആ വാതിലുകൾ ഒന്നും തുറന്നില്ല എന്ന് മാത്രം. പിന്നീട് മീനുവിനെ ആരും കണ്ടില്ല. പ്രതീക്ഷയുടെ 15 വർഷങ്ങൾ. ഗ്രാമത്തിലെ ആ ചെറിയ വീടിന് ഉമ്മറത്ത് മീനുവിൻ്റെ അമ്മ ശാരദ ഇന്നും ഇരിക്കുന്നത് ഒരു വെളുക്കുമാടം പോലെയാണ്. കണ്ണീർ വറ്റി അവളുടെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിത്തുടങ്ങി. എങ്കിലും ഓരോ തവണ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴും ശാരദയുടെ ഉള്ളം തുടിക്കും. "അവൾ വരും, എൻ്റെ കുട്ടി വരാതിരിക്കില്ല" എന്ന വാചകം ഒരു മന്ത്രം പോലെ അവൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. പക്ഷെ പ്രകാശിൻ്റെ അവസ്ഥ അതല്ലായിരുന്നു. മകളെ നഷ്ടപ്പെട്ട ആഘാതം അയാളുടെ മനസ്സിൻ്റെ താളം തെറ്റിച്ചു. നാട്ടുകാർ പ്രകാശിനെ ഭ്രാന്തൻ പ്രകാശൻ എന്നാണ് വിളിക്കുന്നത്. മുഷിഞ്ഞ വസ്ത്രങ്ങളും കയ്യിൽ പഴയ ഒരു ഇൻ്റർവ്യൂ ഫയലുമായി അദ്ദേഹം എന്നും വൈകുന്നേരം റെയിൽവേ സ്റ്റേഷനിലെത്തും. വരുന്ന ഓരോ തീവണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന പെൺകുട്ടികളുടെ മുഖത്തേക്ക് അദ്ദേഹം ആകുലതയോടെ നോക്കും. ചിലപ്പോൾ അദ്ദേഹം ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയും, "മീനു, നീ എവിടെയാ?" "സാർ, എൻ്റെ മകളെ കണ്ടോ? അവൾക്ക് ഇന്നൊരു ഇൻ്റർവ്യൂ ഉള്ളതാ. അവളുടെ സർട്ടിഫിക്കറ്റുകൾ എൻ്റെ കയ്യിലുണ്ട്, ഇതാ നോക്കൂ." അദ്ദേഹം നീട്ടുന്ന ആ പഴയ ഫയലിനുള്ളിൽ കീറിപ്പറഞ്ഞ ഏതാനും വെളുത്ത കടലാസുകൾ മാത്രമാണ് ഉണ്ടാവുക. ചില നേരങ്ങളിൽ പ്രകാശൻ വളരെ ശാന്തനാകും. എന്നിട്ട് പ്ലാറ്റ്ഫോമിലെ തൂണിനോട് സംസാരിക്കും. "മോളെ, പേടിക്കേണ്ട, അച്ഛൻ ഇവിടെയുണ്ട്, നമുക്ക് വേഗം പോകാം, അമ്മ കാത്തിരിക്കുകയാണ്." മായാത്ത വേദന. വീട്ടിലെത്തുമ്പോൾ പ്രകാശൻ ശാരദയെ നോക്കി ചിരിക്കും. "അവൾ വരുന്നുണ്ട് ശാരദേ, അടുത്ത വണ്ടിയിൽ അവൾ വരും. ഇൻ്റർവ്യൂ പാസ്സായിട്ട് വരാമെന്നാണ് പറഞ്ഞത്." പ്രകാശിൻ്റെ വാക്കുകൾ ശാരദയുടെ നെഞ്ചിൽ തുളച്ചു കയറുന്ന മുള്ളുകളാണ്. ഭ്രാന്തിനും ബോധത്തിനും ഇടയിൽ നിൽക്കുന്ന തൻ്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ച് കരയാൻ പോലും അവൾക്ക് ഇന്ന് കരുത്തില്ല. ആ വീടിൻ്റെ ചുമരിലെ കലണ്ടർ 15 വർഷം മുന്നുള്ള ആ കറുത്ത ദിനത്തിൽ തന്നെ നിൽക്കുന്നു. പുറത്ത് ലോകം ഒരുപാട് മാറി, പക്ഷേ ആ അച്ഛനും അമ്മയ്ക്കും കാലം അവിടെ നിശ്ചലമാണ്. ആൾക്കൂട്ടത്തിനിടയിൽ എവിടെയോ തപ്പിത്തടയുന്ന തൻ്റെ മകൾ എന്നെങ്കിലും തങ്ങളെ തേടി വരുമെന്ന ഒരേ ഒരു പ്രതീക്ഷയിൽ അവർ ആ വേദനയെ ജീവശ്വാസം പോലെ കൊണ്ടു നടക്കുന്നു.